ചോദ്യം വായിക്കുക. അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്റർ നടന്നു. അവൻ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം ആ 3 ദൂരവും കൂടെ പ്ലസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്യുമ്പോൾ അറിയേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് 25 കിലോമീറ്റർ 50 മീറ്റർ. ഇയാൾ നമ്മൾ കിലോമീറ്റർ ആക്കി എഴുതുമ്പോൾ 25 പോയിൻ്റ് അത് കഴിഞ്ഞ് 3 സ്ഥാനം വരണം. 50 എന്നല്ലേ ഉള്ളൂ. അപ്പം 050 എന്ന് കൊടുക്കണം. പ്ലസ് 7 കിലോമീറ്റർ 265. അപ്പോൾ 7 ഇവിടെ കാണിച്ചു. 265 അവിടെ 3 സ്ഥാനമുണ്ട്, കുഴപ്പമില്ല. ഇനി അടുത്ത എത്ര? 1 കിലോമീറ്റർ. അപ്പോൾ 1 പിന്നെ 30 മീറ്റർ 2 സ്ഥാനമേ ഉള്ളൂ, 3 ആകണം. അപ്പോൾ 030 3 ആളുടെ കൂടെ പ്ലസ് ചെയ്താൽ മതി. കണ്ടോ? 5 5 6 11 11 3 14 4 ശിഷ്ട 1 1 2 3. ഇനി 5 7 12 12 1 13 3 ശിഷ്ട 1 33.345. സി ആണ് നമ്മുടെ ഓപ്ഷൻ. ചോദ്യം വായിക്കുക. ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്ര? ഇവിടെ 2 കാര്യമാണ്. 40% മാർക്കാണ് വാങ്ങേണ്ടത്. ജയിക്കാനായിട്ട് വാങ്ങേണ്ടത് എത്ര മാർക്കാണ്? 40%. അവൻ എത്ര വാങ്ങിച്ചു? 320 വാങ്ങി. ആ 320 വാങ്ങിയപ്പോൾ അവന് 40% കിട്ടിയിട്ടില്ല. 320 മാർക്ക് വാങ്ങിച്ചപ്പോൾ എത്ര മാർക്കിന് തോറ്റു? 80 മാർക്ക് തോറ്റു. എന്ന് വെച്ചാൽ 80 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആവശ്യമായ മാർക്ക് എത്രയാണ്? 320 + 80 400 മാർക്ക്. അപ്പോൾ 320 മാർക്ക് ലഭിച്ചു, 80 മാർക്കിന് തോറ്റു. എന്ന് വെച്ചാൽ എന്താർത്ഥം? ജയിക്കാൻ ആവശ്യമായ മാർക്ക് 320 + 80 400. ഈ 400 എന്ന് പറയുന്നത് എന്താണ്? ആകെ മാർക്കിൻ്റെ എത്ര ശതമാനമാണ്? 40% എന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ജയിക്കാൻ ആവശ്യമായ 40%. അതാണ് എത്ര? 400. അപ്പോൾ ആകെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 400 ഉണ്ട്. ഈ 40/100 അങ്ങോട്ട് പോകുമ്പോൾ എത്രയായി? 100/40 എന്നാകും. നമുക്ക് 0 0 വെട്ടാം. 4 40 10 തവണ 10 × 100 1000 ആണ് നമ്മുടെ ആൻസർ. 1000 മാർക്കാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചോദ്യം വായിച്ചേ. ഒരു ലേഖനം 10% ലാഭത്തിൽ വിറ്റു. 280 എണ്ണം കൂടി വിറ്റിരുന്നെങ്കിൽ 20% നേട്ടമുണ്ടാകുമായിരുന്നു. അപ്പോൾ ലേഖനത്തിൻ്റെ വില. ഇവിടെ ആദ്യം നോക്കുന്നത് ഇപ്പോൾ ഓൾറെഡി എത്ര ശതമാനം ലാഭമുണ്ട്? 10% ലാഭമുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 250 എണ്ണം കൂടി അല്ലേ, അത് അത്രയും കൂടെ കൂടുതൽ വിറ്റിരുന്നെങ്കിൽ ലാഭം എത്രയായനെ? 20%. അപ്പോൾ ആദ്യം 10% ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രയാണ്? 20%. ഇവയുടെ വ്യത്യാസം എത്രയാണ്? ആ 10%. അപ്പം ആ 10% എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 250. കണ്ടോ? അപ്പം വില എന്ന് പറയുന്നയാളുടെ 10% എത്ര? 250. എന്ന് വെച്ചാൽ വില ഇൻറ്റു 10/100 ആണ് എത്ര? 250. അപ്പോൾ വില എത്രയായിരിക്കും? 250. ഇതപ്പുറത്ത് പോകുമ്പോൾ തിരിഞ്ഞു വരണം, വേണ്ടേ? 100/10. നമുക്കൊരു 0 വെട്ടാം. അപ്പോൾ നമ്മുടെ വില എത്രയായി? 2500 എന്നായി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 10.5% എന്ന ലളിതമായ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച തുകയ്ക്ക് 2 വർഷത്തിനുള്ളിൽ അതേ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് വാർഷികം സംയോജിപ്പിച്ച് കൂട്ടുപലിശയ്ക്കായി നിക്ഷേപിച്ചാൽ ലഭിക്കും. അപ്പോൾ കൂട്ടുപലിശയുടെ നിരക്ക് എത്ര? ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു ബാങ്കിൽ കൊണ്ട് 2 വർഷത്തേക്ക് നമ്മളൊരു എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് ഇട്ടു. സാധാരണ പലിശ നിരക്കിൽ 10.5% നിരക്കിലാണ് ഞാൻ നിക്ഷേപിച്ചത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എനിക്കെന്ത്? 10.5 വെച്ചുള്ള നിരക്കിൽ 2 വർഷത്തെ പലിശയും കിട്ടും, മുതലും കിട്ടും. ആ കിട്ടിയ എമൗണ്ട് അവിടെ തന്നെ 2 വർഷത്തേക്ക് കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച എമൗണ്ടും തുല്യമാണ്.
എങ്കിൽ എനിക്ക് എത്ര രൂപയാണ് കൂട്ടുപലിശയ്ക്ക് കിട്ടിയ പലിശ നിരക്ക്? തുക രണ്ടും തുല്യമാണ്, പ്രിൻസിപ്പൽ രണ്ടും തുല്യമാണ്, അത് മറന്നു പോകരുത്. ഇതാണ് ചോദ്യത്തിൻ്റെ അകത്ത് അർത്ഥം. അവിടെ നിക്ഷേപിച്ചപ്പോൾ സാധാരണ പലിശ ഇനത്തിൽ എനിക്ക് എൻ്റെ മുതലും പലിശയും കൂടെ കിട്ടിയ എമൗണ്ടും, കൂട്ടുപലിശയിൽ എനിക്ക് ഞാൻ നേരത്തെ ഇട്ട മുതൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെയും പലിശ എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ രണ്ട് എമൗണ്ടും തുല്യമാണ്. എങ്കിൽ കൂട്ടുപലിശ ഇനത്തിൽ എനിക്ക് എത്രയാണ് പലിശ നിരക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം സാധാരണ പലിശ നിരക്കിലാണെങ്കിൽ എനിക്ക് 2 വർഷത്തേക്ക്, എനിക്ക് 2 വർഷം കഴിഞ്ഞ് ഒരു നിശ്ചിത എമൗണ്ട് ഇട്ടാൽ കിട്ടുന്നത് എന്തായിരിക്കും? പി ആണ് എമൗണ്ട് എങ്കിൽ, പി ആണ് ഞാനിടുന്ന എമൗണ്ട് എങ്കിൽ പി എൻ്റെ എമൗണ്ട് പ്ലസ് എനിക്ക് 2 വർഷത്തേക്കുള്ള പലിശ, ദാറ്റ് ഈസ് പി ഇൻറ്റു 2 ഇൻറ്റു എനിക്ക് കിട്ടുന്ന നിരക്ക് എത്രയാണ്? 10.5/100. ഇതാണ് എനിക്ക് 2 വർഷത്തേക്ക് ആ സാധാരണ പലിശ നിരക്കിൽ കിട്ടുന്ന ആൾ. പി ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ പി പോയാൽ മിച്ചം 1, ഇവിടെ ഈ പി പോയി, മിച്ചം ഇവിടെ എത്രയുണ്ട്? 2 ഇൻറ്റു 10.5 21/100. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? പി ഇൻറ്റു 100 ഇൻറ്റു 1 100 പ്ലസ് 21 121/100. ഇതാണ് എനിക്ക് സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് മുതലും പലിശയും കൂടെ കിട്ടുന്നത്. ഇനി എന്താണ്? 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എങ്ങനെ പറയും? പി എന്ന് പറയുന്ന മുതലാണെങ്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എങ്ങനെ പറയും? 1 പ്ലസ് R/100 റൈസ് ടു 2. 2 വർഷമാണ് 2. ഇനി എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 2 ആളുകളും തുല്യമാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഇൻറ്റു 1 പ്ലസ് R/100 റൈസ് ടു 2 എന്ന് പറയുന്നത് പി ഇൻറ്റു 121/100 തുല്യമാണ്. പിയും പിയും വെട്ടിപ്പോയി. ഇവിടെ 1 പ്ലസ് R/100 ഓൾ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താണ്? ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? റൂട്ടാകും. അപ്പം നമുക്ക് പറയാം 1 പ്ലസ് R/100 എന്ന് പറഞ്ഞാൽ എത്രയായി? റൂട്ട് ഓഫ് 121/100. അപ്പോൾ അയാൾ റൂട്ട് എടുത്ത് നോക്കിക്കേ. റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 1 പ്ലസ് R/100 എന്ന് പറഞ്ഞാൽ എത്രയായി? 11/10. അപ്പോൾ നമുക്ക് ഈ R/100 ഒന്ന് കണ്ടുപിടിക്കാം. R/100 എത്രയായിരിക്കും? 11/10. പിന്നെ എത്ര? ഈ പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ എത്രയാ? -1. അപ്പോൾ R/100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 10 ഇൻറ്റു 1 10. 11 നിന്ന് 10 പോയാൽ 1/10 എന്ന് കിട്ടി. അപ്പോൾ R എത്രയായിരിക്കും? 1/10 ഇൻറ്റു ഈ /100 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയില്ലേ? ഒരു 0 വെട്ടിപ്പോയി. എത്ര ശതമാനം? 10% എൻ്റെ കൂട്ടുപലിശ നിരക്കിൽ എനിക്ക് കിട്ടുന്നത്. ചോദ്യം വായിക്കുക. സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ 4/1 ഭാഗം വായിച്ചു തീർത്തു. എങ്കിൽ 2/5 മണിക്കൂറിനുള്ളിൽ എത്ര ഭാഗം വായിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം 1 മണിക്കൂർ കൊണ്ട് എത്രയാണ്? 4/1 ഭാഗം. 2/5 മണിക്കൂറല്ല. അപ്പോൾ 2/5 മണിക്കൂർ എന്ന് വെച്ചാൽ അയാളെ ഭിന്നസംഖ്യയാക്കി മാറ്റിക്കേ. 5 ഇൻറ്റു 2 പ്ലസ് 1. അപ്പോൾ 11/5 മണിക്കൂർ കൊണ്ട് എത്രയാണെന്നല്ലേ ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം 1 മണിക്കൂർ കൊണ്ട് എത്രയാണ്? 4/1. അപ്പോൾ 11/5 മണിക്കൂർ, അതാണ് 2/5 പറഞ്ഞാൽ. അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട. 1/4 ഇൻറ്റു 11/5. ഒരു പേനയ്ക്ക് 9 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് എത്ര നമ്മൾ ഗുണിക്കുന്ന പോലെ തന്നെ ഇത് 1 മണിക്കൂറിൽ 4/1. അപ്പോൾ 11/5 ആകുമ്പോൾ 1/4 ഇൻറ്റു 11/5 രണ്ടും കൂടെ ഗുണിക്കുക. 1 ഇൻറ്റു 11 11, 5 ഇൻറ്റു 4 20. ആൻസർ എത്രയാണ്? ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. 11/20 എന്നാണ് ആൻസർ. ചോദ്യം വായിക്കുക. 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. അതേ ജോലി പൂർത്തിയാക്കാൻ 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും. എങ്കിൽ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? നമ്മളിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ അത് ആദ്യം പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എടുക്കുക. 6 പുരുഷന്മാർ 7 സ്ത്രീകൾ, ഇവർ ആണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്? 12 ദിവസം കൊണ്ട് ജോലി തീർക്കും.
എന്ന് വെച്ചാൽ 12 കൊണ്ട് 2 പേരെ ഗുണിക്കുക. 12 × 6 72 പുരുഷന്മാർക്കും 84 സ്ത്രീകൾക്കും ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 പുരുഷന്മാർ 5 സ്ത്രീകൾ, ഇവർക്ക് എത്ര ദിവസം ചെയ്യാനുള്ള ജോലിയിട്ട് പറഞ്ഞിരിക്കുന്നത്? 20 ദിവസത്തേക്ക്. ഇതുപോലെ 20 കൊണ്ട് ഗുണിച്ച് 20 × 2 40 പുരുഷന്മാർ 100 സ്ത്രീകൾ. അതാണ് ആ ജോലി ചെയ്ത അതിൻ്റെ എണ്ണമായിട്ട് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ ഇത് രണ്ടും തുല്യമായ ജോലി തന്നെ, ഒരേ ജോലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 72 പുരുഷന്മാർ 84 സ്ത്രീകളും ചെയ്ത അതേ ജോലി തന്നെയാണ് 40 പുരുഷന്മാരും 100 സ്ത്രീകളും കൂടി ചെയ്യുക. അപ്പം ജോലി തുല്യമായതിനാൽ ഇത് രണ്ടും തുല്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോർഷൻ തുല്യമാണെന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 72 പുരുഷന്മാരുണ്ട്. ആ 72 പുരുഷന്മാരെ ഞാനിവിടെ കാണിക്കുന്നു. ഇവിടെ ഒരു 40 പുരുഷന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ -40 പുരുഷന്മാർ. അവിടെ 100 വനിതകൾ എന്ന് പറഞ്ഞിരിക്കുന്നു, സ്ത്രീകളെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ +84 അങ്ങോട്ട് വരുമ്പോൾ -84 വനിതകൾ. 72 40 പോയാൽ 32 പുരുഷന്മാരെന്ന് പറയുന്നത് ഇവിടുത്തെ 184 കുറിച്ചാൽ 16 വനിതകൾക്ക് തുല്യമാണ്. നമുക്ക് 32 കൊണ്ട് 2 പേരും ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പുരുഷന്മാർ എന്ന് പറയുന്നത് 1 സ്ത്രീകൾ എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടും. ഇങ്ങനൊരു പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്താൽ മതി. നമുക്ക് 6 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടെ 12 ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്തത്. നമുക്ക് ഇവിടെ നിന്നാണ് പിന്നീട് റിലേഷനൊക്കെ നമ്മൾ പോകാൻ വേണ്ടി വന്നത്. നമുക്ക് പുരുഷന്മാരെ മാത്രം മതി. അപ്പോൾ പുരുഷന്മാരോട് നിർത്തേക്ക് 6 പുരുഷന്മാർ 7 സ്ത്രീകളെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ എന്ന് വെച്ചാൽ 2 പുരുഷന് തുല്യമാണ്. അപ്പോൾ 7 സ്ത്രീ എന്നാണെങ്കിലോ 14 പുരുഷന്മാർക്ക് തുല്യമാണ്. അതാണ് 12 ദിവസം എന്നെടുക്കുക. അപ്പോൾ 14 6 കൂടുമ്പോൾ എത്ര? 20. ഇത് പുരുഷനെന്നാണേ. 20 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ എത്രയായി? 12. അപ്പോൾ 10 പുരുഷൻ എന്നാണെങ്കിലോ ഈ 2 അങ്ങോട്ട് പോകണം. ഇവിടെ എണ്ണം കുറയുമ്പോൾ ജോലി കൂടും എന്നറിയാം. അപ്പോൾ 12/2 എന്നല്ല, 12 × 2 എത്ര? 24. അപ്പോൾ 10 പുരുഷന്മാർ 24 ദിവസം കൊണ്ട് വേണം ചെയ്യാൻ. ചോദ്യം വായിക്കുക. PQRS എന്നിവ ഒരേ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ അതേ ദിശയിൽ 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും നടക്കാൻ ആരംഭിക്കുന്നു. P മണിക്കൂറിൽ 5 കിലോമീറ്ററും Q മണിക്കൂറിൽ 4 കിലോമീറ്ററും R മണിക്കൂറിൽ 7 കിലോമീറ്ററും S മണിക്കൂറിൽ 11 കിലോമീറ്റർ നടക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 പേർ വീണ്ടും കണ്ടുമുട്ടാൻ എത്ര സമയമെടുക്കും? ഇവിടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 കിലോമീറ്ററാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്നുള്ളത് 1 കിലോമീറ്റർ. ഇനി പി എന്ന് പറയുന്ന ആളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പിയുടെ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത് എത്ര? 5 കിലോമീറ്റർ പെർ മണിക്കൂർ. 5 കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഇയാളുടെ വേഗത. എങ്കിൽ പി എടുക്കുന്ന സമയം എത്രയായിരിക്കാം? ദൂരം ബൈ വേഗതയല്ലേ. ദൂരം 1 ആണ്. 1/5 മണിക്കൂറാണ് ആരെടുക്കുക? പി എടുക്കുക. ക്യൂ എടുക്കുന്ന സമയം എന്തായിരിക്കും? ക്യൂവിൻ്റെ വേഗത 4 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അപ്പോൾ ക്യൂ എടുക്കുന്ന സമയം എത്രയായിരിക്കും? ദൂരം 1 ആണ്, വേഗത 4 ആണ്. അപ്പോൾ 1/4 മണിക്കൂർ. ആർ എടുക്കുന്നത് എങ്ങനെയായിരിക്കാം? ആർ എടുക്കുന്നത് എത്ര? 7 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അപ്പോൾ ആർ എടുക്കുന്ന ടൈം എത്രയായിരിക്കാം? 1/7. അതുപോലെ എസ് എത്രയാണ്? 11 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അപ്പോൾ എസ് എടുക്കുന്ന സമയം എത്രയായിരിക്കാം? 1/11 മണിക്കൂർ.
ഇനി അതിൻ്റെയൊക്കെ അംശബന്ധം പറയുക. സമയങ്ങളുടെ അംശബന്ധം ഏതൊക്കെ? 1/5 അല്ലേ, 1/4. അംശബന്ധമല്ല, LCM 1/4, 1/7, 1/11. ഇവയുടെ LCM ആണ് നമ്മുടെ ആൻസർ. നമ്മൾ LCM എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ LCM പറയുക? ഫ്രാക്ഷൻ LCM പറയുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM, ഡിനോമിനേറ്ററിൻ്റെ HCF. അപ്പോൾ എങ്ങനെ വരും? 1 1 1 1. അപ്പം അവിടെ LCM എത്രയാണ്? 1. ഡിനോമിനേറ്റർ 5 4 7 11. ഇവയെല്ലാം വ്യത്യസ്തമായ സംഖ്യകളാണ്, പൊതുവായിട്ടൊന്നുമില്ല. അതുകൊണ്ട് HCF എത്രയായിരിക്കും? 1. വ്യത്യസ്തമായ സംഖ്യകളാണെങ്കിൽ HCF 1 ആയിരിക്കും. അപ്പോൾ 1/1 എത്ര? 1 അവർ നമ്മുടെ ആൻസർ. അപ്പോൾ 1 മണിക്കൂർ ആണ് അതിൻ്റെ ആൻസർ. ആദ്യം ചോദ്യം വായിക്കുക. -343/2/3 എന്നതിൻ്റെ മൂല്യം. അപ്പോൾ നമ്മൾ -343/2/3 കണ്ടുപിടിക്കാൻ വേണ്ടി പോവുക. ആദ്യം ആ 343 നമുക്കൊന്ന് ഫാക്ടർ ചെയ്യാം. 343 7 കൊണ്ട് നമുക്ക് ഫാക്ടർ ചെയ്യാം. അപ്പോൾ 49, വീണ്ടും 7 7. അപ്പോൾ ആ മൈനസ് അവിടെ ഉണ്ട്. 343 വെച്ചാൽ ആരാണ്? 7 ക്യൂബ്, പിന്നെ ഒരു 2/3 ഉണ്ട്. എന്താണ് a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് വെച്ചാൽ a⁻mn. അപ്പോൾ -7 ഇവിടെ ഉണ്ട്. ഇനി എന്താണ്? ഈ പവറുകൾ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ 3യും 2/3യും കൂടെ ഗുണിക്കണം. 3യും 3യും പോയി. പിന്നെ ആരാ? -7ൻ്റെ സ്ക്വയർ. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ +7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? +49. ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഈയത്തിൻ്റെ ഖരഗോളത്തിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? ഇങ്ങനെ ഒരാളെ ഒരുക്കി മറ്റൊരാളെ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് 2-3 വൺ വേർഡുകളുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ വൺ വേർഡാണിത്. ഇവിടെ 2 കാര്യമാണ്. 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഈയ ഖരഗോളമാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗോളമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതും പന്തുകൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗോളം തന്നെയാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് വ്യാസമാണ് ആദ്യത്തേതിലും രണ്ടാമത്തേതിലും വ്യാസമാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആദ്യത്തെ ഗോളത്തിൻ്റെ വ്യാസം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തേതിൻ്റെ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഉരുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വോളിയമാണ്. വോളിയം ആകുമ്പോൾ ഇയാൾക്കൊരു ക്യൂബ് കൂടെ കൊടുത്തേക്കണം. 10/2 എത്രയാണ്? 5. 5ൻ്റെ ക്യൂബ് എത്ര? 125. അപ്പോൾ 125 പന്തുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമായാൽ സമാന്തര ശ്രേണിയുടെ 18ാം പദം എത്ര? ഇതൊരു വളരെ ചെറിയ വൺ വേർഡാണ്. ഇത് ഈ ഒരു ശ്രേണിയുടെ അകത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് പറയാം. നോക്കണം, ചോദ്യം വായിക്കുമ്പോൾ കണ്ടോ, 7ാം പദം എത്രയാണോ അതിൻ്റെ 7 മടങ്ങ്. പിന്നെ 11ാം പദം എന്ന് പറയുന്ന ആളുടെ 11 മടങ്ങ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഇവിടെ ഒരേ ഒരു ടേമിന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ ടേം എന്ന് വെച്ചാൽ ഈ 7ഉം 11ഉം കൂടെ കൂട്ടുന്നതായിരിക്കും. അത് 18ാം പദമായിരിക്കും. അങ്ങനെ വരുന്ന ടേം എപ്പോഴും 0യും ആയിരിക്കും. അപ്പോൾ 18ാം പദം എത്രയാണ്? 0 ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 5ാം പദത്തിൻ്റെ 5 മടങ്ങ്, 12ാം പദത്തിൻ്റെ 12 മടങ്ങിന് തുല്യമായാൽ ഇവിടെ ഒരേ ഒരു ടേമേ പറ്റുള്ളൂ. ഈ 5ഉം ഈ 12ഉം കൂടെ കൂട്ടുക എത്രയാണ്? 17ാം പദമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇതിൻ്റെ എളുപ്പമാർഗ്ഗം. വേണമെങ്കിൽ നമുക്കിത് പിന്നീട് ഒന്നുകൂടെ മൊത്തത്തിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ചെയ്യുന്നവരെ കാണിച്ചു തരാം. ചോദ്യം വായിക്കുക. റൈഡ് എന്നത് 36 ആയും ഡെസ്ക് എന്നത് 39 ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ കോഡ് എന്തായിരിക്കും? ഇതിനായിട്ട് ABCD എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ നമ്പർ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം റൈഡ് എന്നുള്ളത് എഴുതുകയുണ്ടോ. റൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൈഡ് എന്നുള്ളത് എങ്ങനെ എഴുതാം? R എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ എത്രയാണ്? R എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ നോക്കിക്ക് എത്രയാണ്? Rൻ്റെത് 18 ആണ്. I എന്ന് പറയുന്ന ആളുടെ എത്രയാണ്? 9 ആണ്.
ഡി എന്ന് പറയുന്ന ആൾ എത്രയാണ്? 4 ഇ എന്ന് പറയുന്ന ആൾ എത്രയാണ്? 5 അങ്ങനെ എല്ലാം കൂടെ കൂടുന്ന 5 4 9 9 18 18 36 എന്ന് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഡെസ്ക് എന്ന് പറയുന്ന ആൾ ഇതുപോലെ എഴുതിയിരിക്കുന്നത് DESK എന്ന് പറയുന്ന ഡെസ്ക്. ഡി എന്ന് പറയുന്ന ആൾ എത്രയാണ് നോക്കിക്കേ. ഡി എന്ന് പറയുന്ന ആൾ 4, ഇ എന്ന് പറയുന്ന ആൾ 5, എസ് എന്ന് പറയുന്ന ആൾ 19, കെ എന്ന് പറയുന്ന ആൾ 11. 11 19 30, 35 4 39 എന്നാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്നതിനകത്ത് 6 ഉണ്ട്. 6 എന്നുള്ളതിൻ്റെ പൊസിഷൻ ഏതാണ്? 6 എന്നുള്ളത് 18 പ്ലസ് ഐ എന്നുള്ളത് എത്രയാണ്? 9. എസ് എന്നുള്ളത് എത്രയാണ്? 19. കെ എന്നുള്ളത് എത്രയാണ്? 11. അപ്പോൾ 11 19 30 39 8 47 10 57 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് 57. ചോദ്യം വായിക്കുക. താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. 3 10 31 90 283. ഇതിലെ തെറ്റായ സംഖ്യ 90 ആണ്. അതെങ്ങനെ മനസ്സിലാവും? നമുക്ക് ആ ശ്രേണി ഒന്ന് നോക്കാം. 3 പിന്നെ എത്രയാണ്? 10 പിന്നെ 31 പിന്നെ 90 283. അപ്പോൾ ആദ്യ സംഖ്യ 3 ആണ്. ഈ രണ്ടാമത്തെ സംഖ്യ എങ്ങനെയാണ് വന്നത്? ഈ 3 × 3 + 1. അങ്ങനെയാണ് 3 × 3 9 + 1 എത്ര വന്നത്? 10. വീണ്ടും അതേ പ്രോസസ്സ് തന്നെയാണ്. 10 എന്ന് പറയുന്ന സംഖ്യ വീണ്ടും ഇതുപോലെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം +1. അങ്ങനെയാണ് 10 × 3 30 + 1 31 എന്ന് വന്നത്. എങ്ങനെയാണെങ്കിൽ അടുത്ത് എങ്ങനെ വരണം? 31 × 3 + 1 എന്ന് വരണം. 31 × 3 എത്രയാണ്? 93 + 1 94 എന്നാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ നോക്കിക്കേ. 94 × 3 + 1. 94 × 3 എന്ന് വെച്ചാൽ 282. ഒന്നുകൂടെ കൂട്ടുമ്പോൾ 283. അപ്പോൾ ആ ശ്രേണിയിൽ വരേണ്ടിയിരുന്നത് 3 10 31 94 283 എന്നാണ്. ആ 94 പകരമാണ് തെറ്റായിട്ട് എത്ര വന്നിരിക്കുന്നത്? 90 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ശ്രേണിയിലെ തെറ്റായ പദം 90 എന്നാണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ചോദ്യം വായിക്കുക. 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബ കോണിലുണ്ടാവുക? അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ 4ന് നേരെ, അപ്പോൾ ആദ്യം 4ന് നേരെയാണ് നമ്മുടെ മണിക്കൂർ സൂചി നിൽക്കേണ്ടത്. 4ന് നേരെ 90 ഡിഗ്രി ആകണമെങ്കിൽ ഒന്നെങ്കിൽ മിനിറ്റ് സൂചി 1ലേക്ക് പോകാം. അപ്പോൾ ഒരു ഓപ്ഷനായി 1 എന്ന് പറയുന്ന ഹാൻഡിൽ വെച്ച് നമുക്കൊരു ഇക്വേഷൻ ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ 7ലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടി. 7 എന്ന് പറയുന്ന ആൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ 4 മണി കഴിഞ്ഞു. കാര്യം 4 എത്തുമ്പോൾ 5 മിനിറ്റ് കൂടെ മാറിയപ്പോൾ 4 കഴിഞ്ഞു എന്നുള്ള ആൻസറായി. ഇനി 1ലാണോ 90 ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുന്നത്, 7ലാണോ? ഇത് രണ്ടിലും 90 ഡിഗ്രി വരുത്താം. ഏതിലാണ്? അപ്പോൾ ഇപ്പോൾ 1 ആണെങ്കിൽ ആ 1 എന്നുള്ള എടുക്കുക. അതിനെ നമുക്ക് 5/11 കൊണ്ട് ഗുണിക്കുക. 5/11 ആകാം, അല്ലെങ്കിൽ 60/11 ആയാലും കുഴപ്പമില്ല. ഇതാണ് ഒറിജിനൽ ആൾ. ഏത് കൊണ്ട് ഗുണിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ 1 × 5 5/11 വെച്ച് എത്രയാണ്? അപ്പോൾ 5 5/11 തന്നെയാണ്. 5 5/11 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 4 മണി കഴിഞ്ഞ് 5 5/15 മിനിറ്റ് എന്നാണ് നമ്മുടെ ആൻസർ. ഇവിടെ ആ ഓപ്ഷനിലില്ലല്ലോ. 4 മണി കഴിഞ്ഞു 5 5/11 മിനിറ്റ് എന്നില്ല. അപ്പോൾ 1ലല്ല നിൽക്കുന്നത്, 7ലാണെന്ന് ഉറപ്പായി. അപ്പോൾ 7ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1ന് 5 5/11 ഗുണിച്ചു. ഇവിടെ എന്ത് ചെയ്യണം? 7നെ ഗുണിക്കണം. 7 × 5 5/11. നമുക്കറിയാം 7 × ഈ 5 5/11 വെച്ചാൽ എത്ര? 60/11 എന്നാണ്. നമുക്കത് ഒന്നുകൂടെ നല്ലത്. 7 × 60 എത്ര? 420/11. നമുക്ക് 420നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കി, 42ൽ 11 എത്ര ദിവസമുണ്ട്? 3 തവണ 33, മിച്ചം 9. 90 എത്ര തവണ? 8 തവണ. 88 മിച്ചം 2. അപ്പം 38 2/11 കിട്ടി. അപ്പോൾ ആൻസർ എത്രയായിരിക്കും?
4 മണിക്കൂർ 38 2/11 മിനിറ്റ് എന്നാണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 2025 കലണ്ടർ ഡാഷ് വർഷത്തിന് സമമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2025 നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിലെ അതേ ദിവസങ്ങൾ വരുന്ന പിന്നീട് എപ്പോഴാണ് അതേ കലണ്ടർ ആവർത്തിച്ചു വരുന്നത്. ഇങ്ങനെയുള്ള ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന വർഷം 2025 എന്ന് പറയുന്ന ആളെ നമ്മളങ്ങ് എടുക്കുക. ഇയാളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര? I4 20. ശിഷ്ടമൊന്നുമില്ല. 2 ഇറക്കി എഴുതി, 2 അടങ്ങില്ല. 5 ഇറക്കി എഴുതി. 25 6 തവണ 6 4 24. ശിഷ്ടം എത്രയുണ്ട്? 1. ആ ശിഷ്ടം വെച്ചിട്ടാണ് നമ്മൾ പറയുക. ശിഷ്ടം 1 ആണ് നമുക്ക് വരുന്നെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂടെ കൂട്ടണം. അതാണ് എൻ്റെ ആൻസർ. ശിഷ്ടം 2 3 ഇവയാണ് വരുന്നതെങ്കിൽ നമ്മുടെ കലണ്ടർ തന്നിരിക്കുന്ന കലണ്ടറിൻ്റെ കൂടെ 11 കൂട്ടണം. ഇനി ശിഷ്ടം ഇല്ല എന്ന് പറയാം, അല്ലാതെ ലീപ്പ് ഇയർ എന്ന് പറയാം അല്ലേ? ലീപ്പ് ഇയർ വരാമല്ലോ, അതല്ലേ മൂന്നാമത്തെ ഓപ്ഷൻ. ലീപ്പ് ഇയർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കലണ്ടറിൻ്റെ കൂടെ 28 കൂട്ടണം. ഇനി പറയാം, നമുക്കിവിടെ ശിഷ്ടം 1 അല്ലേ, അപ്പം നമുക്ക് എത്ര കൂട്ടണം? 6 കൂട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കലണ്ടർ 2025 ആണ്. അതിൻ്റെ കൂടെ ഒരു 6 കൂടെ കൂട്ടുക. 25 6 31 2031 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ചോദ്യം വായിക്കുക. 6 പേർ ഒരു നിരയിലിരിക്കുന്നു. Y ആണ് എക്സിനും ആറിനും ഇടയിലിരിക്കുന്നത്. എക്സ് ആണ് ഇസഡിന് അടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം ഇടതുവശത്ത് പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. ക്യു ആറിന് അടുത്ത് ഇരിക്കുന്നു. എക്സിനോട് ചേർന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് വൈ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എക്സിനും ആറിനും ഇടയിലാണ് വൈ. അപ്പം നമുക്കിവിടെ എക്സും ആദ്യം കാണിക്കാം, ആറും കാണിക്കാം. അതിനിടയിൽ ആര്? വൈ. ഇനി ഇതിനിടക്ക് വേറെ ആര് വരാൻ പറ്റില്ല. കാര്യം എന്താ? അങ്ങനെയാകുമ്പോൾ എക്സിനും ആറിനും ഇടയിൽ വൈ എന്ന് പറ്റത്തില്ല. അപ്പോൾ ഇനി ഇതിനിടക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ എക്സിനും ആറിനും ഇടയിൽ വൈ. ഇനി അടുത്ത് എന്താ പറയുന്നത്? രണ്ടാമത്തെ കാര്യം, എക്സ് ആണ് ഇസഡിന് അടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇസഡ് എന്നുള്ളത് അപ്പുറത്ത് വരക്കാൻ പറ്റില്ല, ഇത് ഇപ്പുറത്ത് വരക്കാൻ പറ്റില്ല. ഇസഡ് ഇവിടെയാണ്, ഉണ്ടോ? അപ്പുറത്ത് വരച്ചു കഴിഞ്ഞാൽ അയാൾ നടുക്കാകത്തില്ല. അങ്ങേയറ്റം, മൂന്നാമത് വഴി, അങ്ങേയറ്റം ഇടതുവശത്ത്. അപ്പോൾ ഈ സൈഡിൽ ഇടതുവശത്ത് പിയുടെ, ഈ സൈഡിലേക്ക് മാറി ഇടതുവശത്ത് പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. അപ്പോൾ ഈ ഇസഡിനെ തൊട്ടടുത്തുകൊണ്ട് പി കാണിക്കണം. അപ്പോൾ എന്താണ്? പിയുടെ അടുത്ത് ഇസഡ് വന്നു. ഇനി എന്താണ്? ക്യൂ എന്നുള്ളത് ആരാണ്? ആറിനടുത്തിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ ആറിൻ്റെ ഇപ്പുറത്തുകൊണ്ട് ആരെ കാണിക്കണം? ക്യൂ കാണിക്കണം. എല്ലാവരുമായി, 6 പേരുമായി. ഇനി എന്താ ചോദ്യം? എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? അപ്പോൾ ഇത് എക്സ് എന്ന് പറയുന്ന ആളല്ലേ ഇയാൾ. എക്സിനോട് ചേർന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഇസഡും വൈയുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇസഡും വൈയുമാണ് ആരോട് ചേർന്നിരിക്കുന്നത്? എക്സിനോട് ചേർന്നിരിക്കുന്നത്. നമ്മുടെ 1ാമത്തെ ഓപ്ഷനാണ് ആൻസർ. ചോദ്യം വായിക്കുക. 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? ഇതിനകത്ത് വേറൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന 4 പേരിൽ ഏറ്റവും മുതിർന്ന ആൾ, പ്രായം കൂടിയ ആൾ ആരാണ്? ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ് എന്ന് വെച്ചാൽ അവിടെ രാജാണ് ഇളയത്. റാം 2 മാസം മൂത്തതാണ്. ഇനി എന്താണ്? അവിടെ തന്നെ ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന റാം എന്ന് പറയുന്ന ആൾ ജയനേക്കാളും 3 മാസം ഇളയതാണ്. എന്ന് വെച്ചാൽ റാമിനേക്കാൾ 3 മാസം മൂത്തതാണ് ആര്? ജയ്. അതാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ റാം എന്നുള്ളത് രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. അപ്പം റാം എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നു. രാജ് ഇളയതാണ് 2 മാസം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുന്നത് ജയിനേക്കാൾ 3 മാസം ഇളയതാണ് എന്ന് പറയുമ്പോൾ എന്താണ്?
രാമിനേക്കാളും മൂത്ത ആളാണ് ജയ്. ഇനി എന്താണ്? രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അപ്പോൾ അതിവിടെയാണ് സാമിൻ്റെ സ്പേസ്. കണ്ടോ? രാജ് കഴിഞ്ഞ് ഇവിടെ ആര് വരണം? സാം വരണം. നമുക്ക് ആ സാമിന് ആവശ്യമില്ല. ഇവിടെ ഏറ്റവും മൂത്തത് ആളാരാ? ജയ് ആണ്. കണ്ടോ? രാജ് ഏറ്റവും ഇളയത്, അതിന് തൊട്ട് മുമ്പ് അതിനേക്കാൾ തൊട്ട് മൂത്ത ആൾ സാമാണ്, അതിനേക്കാൾ മൂത്ത ആൾ റാൻ ആണ്, ഏറ്റവും മൂത്ത ആൾ ആരാണ്? ജയ് ആണ്. അപ്പം നമ്മുടെ ആൻസർ ആരാണ്? ജയ് എന്നാണ് നമ്മുടെ ആൻസർ.